ഇതൊക്കെ ഉണങ്ങിയിട്ടോ. ഇതിന് നല്ലോണം വെള്ളം വേണം. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങും. അപ്പം ഞാൻ ഉണങ്ങാൻ വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടിരുന്ന എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റണം. ഇവിടെ ഒരു തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനൊന്ന് മുറിച്ച് മാറ്റണം. അത് എന്നെക്കൊണ്ട് പറ്റില്ല. പിന്നെ ഈ ഒരു ചെടിയെ ഇതിൻ്റെ മുകളിലേക്ക് പടർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വരെ എത്തിയിട്ടുണ്ട് ആൾ. ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരും. കയറൊക്കെ കെട്ടി കൊടുക്കണം തോന്നുന്നു. ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണേ. വെയിലിൻ്റെ കാടിനെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം ഒന്ന് നനച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. മാറ്റി നടണം. ഇവിടെയൊക്കെ ഒരുവിധം ഉണങ്ങി, ബാക്കി ഉണങ്ങാതെ അങ്ങനെ നിൽക്കുക. ചിക്കുവിനെ കാണുമ്പോൾ സത്യം പറഞ്ഞേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ ഇതൊന്നും ഉണ്ടായിരിക്കുന്നത് ഇതിനറിയോ ആവോ. കുറേ ചെടികളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു. ഇത് പിന്നെ ഉണങ്ങി പോയിരുന്നല്ലോ, അത് ഉഷാറായി വന്നിട്ടുണ്ട്. പൂവിട്ടിട്ടില്ല, ഇടുമായിരിക്കും. കുരുമുളകൊക്കെ ഒന്ന് ഞാൻ മണ്ണൊക്കെ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തരിശു ഭൂമിയായി കിടക്കുകയാണ് കേട്ടോ. തക്കാളിയൊക്കെ കുറച്ച് പഴുത്തിട്ടുണ്ട്, പൊട്ടിക്കണം. ഇതിലാണ് ഇനിയിപ്പോൾ അടുത്ത പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ കൃഷി വിശേഷം കണ്ടാലോ. അപ്പം ഞാൻ ഇവിടെ ചീര നട്ടു കൊടുക്കാറില്ല കേട്ടോ. ചീര ഇവിടെ പറമ്പിലെ എല്ലാ സ്ഥലത്തും മുളച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. കാരണം പറമ്പിൽ നിരന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇന്ന സ്ഥലത്ത് നിന്നില്ല, എല്ലായിടത്തും മുളച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ ചീര. പുല്ല് മുളയ്ക്കുന്ന പോലെ ആ കൂട്ടത്തിൽ നല്ലോണം മുളച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് നട്ടു കൊടുത്തു. നല്ലോണം ഉണങ്ങിക്കെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നനയ്ക്കാമെന്ന് വിചാരിച്ച് ആകാശത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാറ് കണ്ട് ഞാൻ നനയ്ക്കാതെ ഇരുന്നാൽ പിന്നെയും അത് ഉണങ്ങി പോവുകയുള്ളൂ. അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ഞാൻ നനയ്ക്കുമ്പോൾ പറഞ്ഞു ഇന്ന് എന്തായാലും മഴ പെയ്യുമെന്ന്. കാരണം എപ്പോൾ മഴക്കാറ് കണ്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ച് നനയ്ക്കാണ്ടിരുന്നാൽ അന്ന് മഴ പെയ്യില്ല. പക്ഷെ ഞാൻ എങ്ങാനും മഴക്കാറ് കണ്ടിട്ട് പെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് നനച്ചാലോ അന്ന് എന്തായാലും മഴ പെയ്യും. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നനയ്ക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് മഴ പെയ്യും, കാരണം ഞാൻ നനച്ചിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ഇപ്പോൾ രാത്രിയായപ്പോൾ നല്ല മഴയായി. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇന്ന്?